വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ അതേ കർക്കിടക മാസം തുടങ്ങി. കർക്കിടക 1-ാം തീയതിയാണെന്ന്. അപ്പോൾ കർക്കിടക മാസത്തിൻ്റെ സുഖചികിത്സയും അതുപോലെ തന്നെ കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കേണ്ട സമയമായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വിനോസ്പരികളിൽ ഞാൻ ഓൾറെഡി ഉലുവ കഞ്ഞിയും കർക്കിടക കഞ്ഞിയൊക്കെ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക മാസം ആശംസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പപ്പായ തോരനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ ക്യാബേജ് തോരൻ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്, പക്ഷെ അതിനേക്കാളും ടേസ്റ്റിയാണ് പപ്പായ തോരൻ. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് പപ്പായ തോരൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പപ്പായ തോരൻ വെക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല വിളഞ്ഞ പപ്പായാണ് നല്ലത് കേട്ടോ. കൂടുതൽ ടേസ്റ്റ്, ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. ഇതെനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് വിളഞ്ഞതാണ്. എന്നാലും നിങ്ങൾക്ക് വിളഞ്ഞത് കിട്ടുകയാണെങ്കിൽ വിളഞ്ഞത് എടുക്കുക. ഞാൻ മുറിക്കട്ടെ. വലിയ കാര്യമായിട്ട് വിളഞ്ഞിട്ടൊന്നുമില്ല. നല്ല വിളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ആ കുരു നല്ല കറുത്ത കളറിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതന്നെ എടുക്കുകയാണേ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വിളഞ്ഞത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതെടുത്താൽ മതി. അതായത് നല്ല കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ കുരുവൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ചെറിയൊരു സ്കിന്നുണ്ട്, അത് കളയണം. അതിനുശേഷം നമുക്കിതങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്രേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരവയിൽ നമുക്ക് നാളികേരം, അതായത് തേങ്ങ ചിരകുന്ന പോലെ ചിരകിയെടുത്താലും മതിയാവും. അതും അല്ലെങ്കിൽ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ വളരെ നൈസായിട്ട് അരിയുക. എന്താണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ആദ്യം തന്നെ റിമൂവ് ചെയ്യട്ടെ. എന്നിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യത്തെ ദിവസം വന്നപ്പോൾ എനിക്കിവിടെ നല്ല വിളഞ്ഞ പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി വീഡിയോ എടുക്കാൻ ഇതേപോലെ തന്നെ വിളഞ്ഞ പപ്പായ കിട്ടുന്നു. പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോൾ പപ്പായ മരത്തിൽ വിളഞ്ഞ പപ്പായ ഒന്നുമില്ല. എല്ലാം ഇതേപോലെ ഇളയ പപ്പായ. എന്താ ചെയ്യാനാ. അപ്പോൾ നമ്മുടെ പപ്പായ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു പശ ഉണ്ടാവും കേട്ടോ. അതായത് അധികം വിളയാത്ത പപ്പായ ആണെങ്കിൽ നല്ലോണം പശ ഉണ്ടാവും. അപ്പോൾ അത് നന്നായി കളയുക. പിന്നെ ഞാനിത് തൊലിക്ക് കളഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിരക്കി എടുക്കാം. എന്താണ് സൗകര്യം അതുപോലെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഒരു ഗ്രേറ്റർ എടുക്കുക. ഗ്രേറ്ററിൽ നമുക്ക് ശരിക്കും ക്യാബേജ് തോരൻ ഉണ്ടാക്കില്ലേ, സെയിം പ്രൊസീജിയറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാബേജ് അരിയണ പോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും നമ്മുടെ പപ്പായ. ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് പപ്പായ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ പപ്പായ കംപ്ലീറ്റ് ഇതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ, സെയിം പ്രൊസീജിയർ. കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഇതിലത്തെ കംപ്ലീറ്റ് വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയാണ്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം ഇങ്ങനെ ആകെ കുഴഞ്ഞിരിക്കുന്നേക്കാളും പകരമായിട്ട് കുറച്ചൊന്ന് നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യേണ്ട. പക്ഷെ ഞാൻ അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോകണം. ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് വെള്ളം അങ്ങ് പിഴിഞ്ഞ് കൊടുക്കുക. അപ്പോൾ ചിലർ പറയും അങ്ങനെ വെള്ളം പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലത്തെ ഗുണം നഷ്ടപ്പെടില്ല എന്ന് ചോദിക്കുന്നവർ ചെയ്യണ്ട. പക്ഷേ ഇത് കുഴഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതിലത്തെ കംപ്ലീറ്റ് വെള്ളം ഇറങ്ങും. അതിന് ശേഷം പിഴിഞ്ഞ് കളയാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതങ്ങ് പിഴിഞ്ഞ് വെള്ളം കണ്ട എന്തോരം വെള്ളം വരുന്നതെന്ന് നോക്കി. ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ഇത് പിഴിഞ്ഞ് ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയൊക്കെ ഇടണം. കുറച്ച് വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ല. നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം വേണം. പക്ഷേ ഒരുപാട് വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ ആകെ അങ്ങ് കുഴഞ്ഞു പോകും. തോരൻ എന്ന് പറയാൻ പറ്റില്ല നമുക്കതിന്. ഈ വെള്ളം നിങ്ങൾക്ക് വല്ല സൂപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രസമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ വെള്ളം ഉപയോഗിക്കട്ടെ, കളയണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയുന്ന കുറേ പേരുണ്ടാവുമല്ലോ. നമുക്ക് എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇതാ നമ്മുടെ കംപ്ലീറ്റ് പപ്പായ ഞാൻ ഇതുപോലെ വെള്ളം കംപ്ലീറ്റ് സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 4 ചെറിയുള്ളിയും 2 പച്ചമുളകും കൂടി ചതച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ചിലവർ ഇഞ്ചി ഇടും ഇതിലോട്ട്. പക്ഷേ ഞാൻ ഇഞ്ചി ഇടാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഇഞ്ചി ഇടുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഇടാം. അതുപോലെ തന്നെ ചെറിയ ജീരകം ഇടാം, അതായത് ക്യുമിൻ സീഡ്സ് ചതച്ചിടാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ ഞാൻ അത് രണ്ടും ഇടുന്നില്ല കേട്ടോ. പിന്നെ കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ നാളികേരം, അതായത് തേങ്ങ ഒരു കൈപ്പിടി. ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം. ഇച്ചിരി കൂടെ വേണ്ടി വരും നാളികേരം. ഒരു കൈപ്പിടി പോരാ കേട്ടോ, 2 കൈപ്പിടി വേണം. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തോരനല്ലേ, അപ്പോൾ ഇത്തിരി അത്യാവശ്യം നാളികേരം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ
ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഉപ്പ് നോക്കണം, കാരണം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ. അപ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചിലപ്പോൾ ഒരു നുള്ള് പഞ്ചസാര ചേർക്കാറുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും നമ്മുടെ പപ്പായക്ക്. താല്പര്യം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് എന്നല്ല തോന്നുള്ളൂ, അതുപോലെ തന്നെ ഇരിക്കും. ഒരു നുള്ളു പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ അത് തികച്ചും ഓപ്ഷനിലാണ്. ക്യാബേജിൽ നമ്മൾ പഞ്ചസാര ഇടത്തില്ല. ഇത് ഞാൻ പപ്പായ ആയതുകൊണ്ട് പഞ്ചസാര ഇട്ടുമെന്ന് മാത്രം. അതേസമയം നമ്മൾ വിളഞ്ഞ പപ്പായ ഞാൻ എടുക്കാറുണ്ട്, അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിന് നമ്മൾ പഞ്ചസാര ഒന്നും ഇടില്ല. കുറേ നാളായില്ലേ ഞാനിപ്പോൾ പഞ്ചസാര ഇട്ടിട്ട്. ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി എന്താ പഞ്ചസാര ഇടുന്ന് മറന്നുപോയി ഒന്ന്. അപ്പോൾ പേടിച്ചിട്ടിടാതിരിക്കുന്നു മക്കളെ. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കുക. ബാക്കിയൊക്കെ കറക്റ്റാണ്. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി നമുക്ക് അടുപ്പത്ത് വെക്കുക. നമുക്കിനി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ പറയാറുള്ള പോലെ തന്നെ നാടൻ റെസിപ്പി ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ പ്രിഫർ ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് പച്ചമുളക്, 2 പച്ചമുളകാണ്. പക്ഷേ എരിവ് അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തണം കേട്ടോ. ഒരുപാട് എരിവ് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഈ തോരന് ലൈറ്റ് ആയിട്ടുള്ളൊരു എരിവ് മതി. ആ സമയം തീരെ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകൊക്കെ മതിയാവും. ഒരുപാട് എരിവ് ഇട്ട് കഴിഞ്ഞാൽ തോരൻ്റെ ടേസ്റ്റ് അങ്ങ് കംപ്ലീറ്റ് മാറും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പരമായിട്ട് ഒരു സവാളയുടെ പകുതി ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്താലും മതിയാവും. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കടുക് വേണ്ട. കടുക് പൊട്ടിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തോരൻ കഴിക്കുമ്പം കടുക് ഇങ്ങനെ ആദ്യം കടിക്കും. അതിലോട്ട് നമുക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പപ്പായയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. തീ ഇടത്തരം തീയിലോട്ട് മാറ്റുക, അതായത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഇങ്ങനെ ചെയ്താലും മതിയാവും. എന്നിട്ട് ഇത് ആദ്യം തന്നെ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് അങ്ങ് ഉലർത്തിയെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു തോരനാണിത്. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ നല്ലൊരു സംഭവമാണ് പപ്പായ. നമ്മൾ മാത്രമല്ല കേട്ടോ, തായ്ലൻഡുകാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് പപ്പായ. അവർ പപ്പായ സാലഡിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ പപ്പായ സാലഡ്. ഞാൻ ഒരിക്കലും കാണിച്ചു തരാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പോൾ പപ്പായ ഇപ്പോൾ നാട്ടിലൊക്കെ എല്ലാ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ ഉള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കുക. അതിൻ്റെ പല ടൈപ്പ് നമുക്ക് പപ്പായ വെച്ചിട്ട് നമുക്ക് മോരുകറി ഉണ്ടാക്കാം. പപ്പായയും പരിപ്പും കറി വയ്ക്കാം. ഒരുപാട് ഐറ്റംസ് നമുക്ക് പപ്പായ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ പപ്പായ അച്ചാർ ഉണ്ടാക്കാം. പപ്പായ അച്ചാർ, ക്യാരറ്റ് അച്ചാർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റെസിപ്പീസിന് റിക്വസ്റ്റ് വരുന്നുണ്ട് എനിക്ക്. അതെല്ലാം നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ. ഞാൻ ക്യാബേജ് അച്ചാർ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് അങ്ങ് ഉലർത്തിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ കഴിച്ച് നോക്കുക. നന്നായി കുക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഓഫ് ചെയ്യാം. സദ്യ സ്റ്റൈൽ ക്യാബേജ് തോരൻ ചെയ്യാത്തവർ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ കേരള സദ്യ റെസിപ്പീസിലെല്ലാം ഏകദേശം എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സദ്യ വരാറായില്ലേ, ഓണം അടുക്കാറായി. അപ്പോൾ ഓരോന്ന് ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പുതിയ ഒരു ഐറ്റം നമ്മളെപ്പോഴും സദ്യയുടെ അന്ന് ചെയ്യാൻ പാടില്ല. ആദ്യമേ ചെയ്ത് ഉറപ്പ് വരുത്തി കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഉണ്ടാക്കി നോക്കുമ്പോൾ ആകെ ഒരു ടെൻഷനായിരിക്കും നമുക്ക്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഞാൻ എല്ലാം പക്ക എനിക്ക് കറക്റ്റാണെന്ന് തോന്നുന്ന റെസിപ്പീസ് മാത്രമാണ് ഗസ്റ്റിനെ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സദ്യക്കൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് അന്നത്തെ ദിവസം ഞാൻ പുതിയ സാധനങ്ങളൊന്നും പരീക്ഷിച്ച് നോക്കാറില്ല. പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളിയുണ്ട് കേട്ടോ. പാകത്തിന് എരിവ്, പാകത്തിന് ഉപ്പ്, പാകത്തിന് എല്ലാം ഉണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഒരു പഞ്ചസാര ചേർത്ത കാരണം ഒരു നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല വിളഞ്ഞ പപ്പായ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാൻ ഇഷ്ടപ്പെടാത്തവർ അത് ചേർക്കണ്ട, ഒരു നിർബന്ധങ്ങളൊന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ 2 പച്ചമുളക് ഇടണ്ട, 1 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഈ വറ്റൽമുളക് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് മതിയാക്കാണ്. ഞാൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പായ തോരൻ. ഈസി പീസി ടേസ്റ്റി തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള, അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നാടൻ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ വീട്ടിൽ ലഞ്ചാണ് കേട്ടോ. ഒന്ന് പച്ചക്കറി ഒന്നും ഇല്ലാത്ത മോര് കാച്ചിയത്, പിന്നെ പൊട്ടറ്റോ വറുത്തരച്ചത്, പിന്നെ പരിപ്പ് കറി, പിന്നെ അത് ബീട്രൂട്ട് തോരൻ, കൈപ്പയ്ക്ക മെഴുക്ക് പുരട്ടി, ഇത് പപ്പായ തോരൻ, പിന്നെ അച്ഛന് തൈര്,
പപ്പടം, അച്ചാറ്, ഇതൊക്കെയാണ് അച്ഛൻ്റെ ഇന്നത്തെ ലഞ്ച്. കുശാലായില്ലേ അച്ഛാ? ഓ വളരെ സന്തോഷം, ഭയങ്കര അടിപൊളി, ഭയങ്കര ഹാപ്പിയാ. ടീസ്പൂൺ, ഒരു ചെറിയ ടീസ്പൂൺ തോളെ പിന്നെ പപ്പായ കഴിച്ചിട്ട് പറയാച്ചാ എങ്ങനെയുണ്ടെന്ന് പറയാം പറയാം എങ്ങനെയുണ്ട് നിന്റെ ഇന്നത്തെ രൂപം ടെസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഒരു ടീസ്പൂൺ അടിയപ്പോഴേ ഇന്ന് അച്ഛനാണ് കേട്ടോ ടേസ്റ്റർ. നിങ്ങൾ അച്ഛനെ കാണുന്നില്ല എന്ന് പറഞ്ഞ പരാതി പറയുന്നില്ലേ? അപ്പം അച്ഛനെ കാണിക്കാണ്. അപ്പം അച്ഛന് ഷർട്ട് ഇടാത്ത തന്നെ ഒരു ചമ്മല്. ഞാൻ പറഞ്ഞ സാരമില്ല, വീട്ടിൽ നമ്മളിപ്പോൾ ഷർട്ടൊന്നും ഇട്ടിട്ടിരിക്കില്ലല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ടേസ്റ്റ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഓക്കെ ഓക്കെ അച്ഛാ. ഓക്കെ ബൈ.